ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ സി ജോൺ KSRTCയുടെ ചരിത്രത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇന്നിവിടെ ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദി കൂടി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. 110 വർഷം മുമ്പാണ് ഇവിടെ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആദ്യത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 1965-ലാണ് KSRTC ജനകീയ മന്ത്രിസഭയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് ആരംഭിച്ചത്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രിയദർശിനി പദ്ധതി ഈ സർക്കാർ നടപ്പാക്കുന്നത്. ഞാനിതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. വലിയ അലൂമിനിയം പാത്രവുമായി മത്സ്യ വിപണനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നഗരങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഈ നഗരത്തിലേക്ക് ഹോം മെയ്ഡായി ഫ്ലാറ്റുകളിലും വില്ലകളിലും 3-4 ഫ്ലാറ്റുകളിൽ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, കഠിനാധ്വാനം ചെയ്ത് രാവിലെ എത്തി സന്ധ്യ എങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന പാവപ്പെട്ട സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ജീവനക്കാർ, പല തട്ടിലുള്ള സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകൾ, ആശുപത്രികളിലേക്ക് വരുന്നവർ, ബാങ്കുകളിൽ പോകാൻ വരുന്നവർ, സർക്കാർ ഓഫീസിൽ പോകാൻ വരുന്നവർ, എത്രയോ പേരാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവം സ്ത്രീകളാണ്. പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപ എന്ത് ചെയ്യണമെന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു ദിവസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, ആ പണം എന്ത് ചെയ്യണം. ഒരു സ്ത്രീ എന്നോട് ഉപദേശം ചോദിച്ചു. അപ്പോൾ എനിക്ക് ധനകാര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അന്ന് മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുമെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു KSFEയിൽ ചിട്ടി കൂടിയാൽ മതിയെന്നും. ഇപ്പോൾ എനിക്ക് തോന്നി നല്ല ഉപദേശമായിരുന്നു. ഇപ്പോൾ KSFE എൻ്റെ വകുപ്പിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു സേവിങ്സ് അവർക്ക് എന്തെങ്കിലും കാര്യത്തിന്, ഒരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹത്തിന് ഈ തുക മാറ്റിവെക്കാം. പിന്നെ ചെലവഴിക്കപ്പെടുമല്ലോ ഈ തുക. ഇപ്പോൾ സർക്കാർ 800 കോടിയോളം രൂപയാണ് മുടക്കുന്നത്. 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്.